അത്? എന്താ കുമാര? പട്ടി വല്ലാതെ കുറയ്ക്കുന്നുണ്ടല്ലോ. അയ്യോ, നമ്മുടെ മുരളിയല്ലേ ഇരിക്കുന്നേ? മുരളി മോനെ. ചെറിയേട്ടാ, വലിയേട്ടാ, ഞാനിതാ വന്നു. 7 വർഷത്തെ വിദേശവാസത്തിന് ശേഷം മുരളി ഇതാ സ്വദേശത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇതെന്ത് പറ്റി മോനെ നിനക്ക്? നീ പ്ലെയിനിൽ നിന്ന് നേരെ തെങ്ങിലോട്ട് ചാടിയോ? അനിയാ മുരളി, നീ താഴോട്ട് വാ. ഈ സ്ഥിതിയിൽ താഴോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടം വരെ വന്നിട്ട് നീ താഴോട്ട് ഇറങ്ങാതെ പോവാണോ മുരളി? ആവശ്യത്തിന് അനാവശ്യത്തിന് 100 കൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങള് എന്തിനീ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു? ആഹാ, അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത്? ആ, ഈ കുന്തത്തിനാണെങ്കിൽ പിടിച്ചോണ്ട് പോ. ഒന്ന് പിടിച്ചു മാറ്റൂ. എടാ ജിമ്മി, കം ഗോ. ആ, ഇനി നീ ഇറങ്ങി വാ. ഒന്ന് ഹെൽപ്പ് ചെയ്. നീ എങ്ങനെ മേലോട്ട് കയറി? കേറിയതല്ല, കേറിപ്പോ. പതുക്കെ ഇറങ്ങ്. അങ്ങനെ അങ്ങനെ. എന്റെ ഈശ്വര, എന്റെ പൊന്നുമോനെ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വലിയേട്ടനും കാത്തിരിക്കായിരുന്നടാ. നിന്നെ കാണാഞ്ഞിട്ട് നിന്റെ ചെറിയേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും ഊണ് പോലും കഴിച്ചില്ല മോനെ. ഞാൻ ചോറുണ്ടല്ലടാ. ഞാന് ബോംബെന്ന് ബാംഗ്ലൂർ വരെ ഫ്ലൈറ്റിലായിരുന്നു. അവിടുന്ന് ഇവിടം വരെ കാറിലായിരുന്നു. എത്ര പറപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് മുമ്പ് എത്താൻ പറ്റില്ല. ഭയങ്കര ചൊറിച്ചില്ല. ഉറുമ്പ് കടിച്ചു കാണൂല്ലയോ? വലിയേട്ടൻ ആ, ചൊറി, ചൊറി. എടാ മുരളി, നിന്നെ പട്ടി കടിച്ചോടാ. പുള്ളിക്കാരൻ ട്രൈ ചെയ്തു, പക്ഷെ അവന് എന്റെ പാന്റ് ഇത് ഇവിടെ അയ്യോ, കിട്ടി. കാലേ കൊണ്ടില്ല. എന്തായാലും രക്ഷപ്പെട്ടല്ലോ. എടി, നോക്കി കഥ പെട്ടിക്കെടുത്ത് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി. അല്ല, അതെ അതെ. ആ, വെച്ചിട്ട് എടുക്കട്ടാ. ഇതിനൊട്ടും കനവില്ലല്ലോ മുരളി. ചെറിയേട്ടത്തെ ഒന്നും പറയാതിരിക്കുന്ന ഭംഗി. വഴിയിൽ വെച്ച് ഈ കസ്റ്റംസ് സ്ക്വാഡുകാർ തടഞ്ഞു. എയർപോർട്ടിൽ കിട്ടിയ ഡ്യൂട്ടി പോരാത്രേ. ഇന്ത്യൻ കറൻസി ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ അവർ പിടിച്ചോണ്ടുപോയി. ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി. 7 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ്, എന്നെ ഉപദ്രവിക്കരുതെന്ന്. അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ്, 7 വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടെന്ന് അവര് പറഞ്ഞു വന്ന്. ആ സാധനങ്ങൾ ഇനിയും കൊണ്ടുവരാലോ. അതെ. എന്റെ അബ്കാരി പാർട്ട്നേഴ്സ് ഇത്രയും നേരം ഇവിടെ കാത്തിരിക്കായിരുന്നു. ഞാൻ ഇപ്പൊ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരട്ടെ. ഒന്ന് ചുമ്മാരിടാ. എന്റെ ഭഗവാനെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 7 വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞെന്ന്. ആ 7 കൊല്ലം കൊണ്ടല്ലേ എന്റെ മുരളി നമ്മുടെ കുടുംബം ഒന്ന് കര പറ്റിയത്. എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര നാളായെന്നറിയാം. മഴ കണ്ടിട്ട് ഞങ്ങളും കൊറേ കാലായി. മോൻ വല്ലതും കഴിച്ചോടാ? ഇല്ല, ജലപാനം കഴിച്ചിട്ടില്ല. എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി. ഇപ്പോഴെങ്ങനെ? ചോറിനകത്ത് വെള്ളം ഒഴിക്കരുന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. വെള്ളം വാർത്താ മതി. മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ, അത് ഏടത്തെ സുധർമ്മയ്ക്കും സുനിതയ്ക്കും കൊടുത്തു. ദേ, നല്ല മനോഹരമായ കോഴി ഫ്രൈ ഉണ്ട്. അതാ ഗ്ലൂക്കോസും പാറ കടലും വിഴുങ്ങി. അപ്പൊ പിന്നെ എന്തുണ്ട് ഇവിടെ? മോരുണ്ട്. ആ മതിയല്ലോ, നല്ല മനോഹരമായ മോര് കൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കേണ്ടതിമാരെ. എനിക്കിപ്പോ ഇവിടുന്ന് എന്ത് കഴിച്ചാലും അമൃത. അല്ല, സ്വന്തം നാടിന്റെ സുഗന്ധം, സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം. ഞാനൊടുവിൽ എന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. മുരളി, മുരളി, ആര്? ഹംസയാ? ഞാൻ മുരളിനെ അന്വേഷിച്ച് പുറത്തു പോയി തറഞ്ഞു. ഞാൻ ഈ സൈക്കിൾ എടുത്ത് കറങ്ങാത്ത ലോകല്ല. ക്ലബ്ബിൽ പോയി, വായനശാലയിൽ പോയി. ഇന്നലെ രാത്രി വന്നില്ലേ? ആ, ലേറ്റ് ആയി പോയി. നമ്മളമ്മ എത്ര ആളായിട്ടോ കണ്ടിട്ട്. താനങ്ങ് വയസ്സായല്ലോ. ആരാമത്തെ അല്ലേ സ്റ്റാ? പിന്നെ പോലീസ് പിടിച്ച കാര്യമൊക്കെ പപ്പം പറഞ്ഞു കേട്ടോ. വന്ന് ഇറങ്ങണതിന് മുമ്പ് കാച്ചോ കള്ള സുവർ. വ്യാജ ടിക്കറ്റ് ഏതോ കള്ളന്മാർ അടിച്ചിറക്കി. അത് നമ്മളെ കയ്യിൽ വന്ന് വിട്ട്. ഞാനാണ് കുറ്റക്കാരന്. ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ ഇട്ടാൻ ഇറങ്ങിയതാ. എന്നിട്ടിപ്പോ? ഇപ്പൊ ഞാൻ ഫ്രീയാ, യാതൊരു പണിയുമില്ല. പഹയ അന്വേഷിച്ച് കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോകാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അവിടെ നിക്കണം, നിന്നെ ഞാൻ അന്വേഷിക്കാൻ. അവിടെ ചൂടായിട്ടൊരു ബിരിയാണി വേണ്ട, വെള്ളം മതി. ഇവിടെ വെള്ളം കൊടുക്ക. മേശം തുറക്കണോ? മേശ കൊടുക്കണോ? രണ്ടാമത്തെ മേശപ്പുറത്ത് 2 ചായയാണ് കേട്ടോ. ഇരിക്കണം സാറേ. ആ, നീയായിരുന്നോ? ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. കുമാരൻ എന്നെയും കൊണ്ട് എവിടേക്കാ പോയത്? ചെറിയേട്ടൻ വലിയ ആളായല്ലോ. വലിയേട്ടാ, പാർട്ട്നേഴ്സ് ഒക്കെ മിട്ടുമിട്ടുക്കന്മാർ, ജുബേ സ്വർണ്ണ വളയൊക്കെ ഇട്ട്. ആ, കാഴ്ചക്ക് കൊള്ളാം. ഞാനും അവരുടെ കൂടെ കൂടാമെന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അബ്കാരി ബിസിനസ്സിൽ പാർട്ട്ണർ ആകാൻ തീരുമാനിച്ചോ? ആ, ചെറിയേട്ടനെല്ലാം നോക്കുമല്ലോ. എനിക്ക് റിസ്ക് ഇല്ല. പണം മാത്രം കൊടുത്താൽ മതി. സുഖം. നീ വന്നേ. നീ വന്നേ പറയട്ടെ. ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ? എന്താ വലിയേട്ടാ? ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്? അല്ല കുമാരേട്ടൻ. എന്ത് കുമാരേട്ടൻ? നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലും പിടിച്ച് 500 രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെയായിരുന്നു കുമാരേട്ടൻ? ദുബായി പോയത് ആ 500 രൂപ കൊണ്ടല്ല വലിയേട്ടാ. 500 കൊണ്ട് ബോംബെ വരെയാ പോയത്. ആ പോട്ടെ, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്? കള്ള് കച്ചവടം. കൊള്ളാം. എടാ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതാണോ ആ കള്ള് കച്ചവടം? എന്റെ വലിയേട്ടാ,
ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അബ്കാരികളാണ്. മണ്ണാങ്കട്ട കാര്യം അവൻ എന്റെ അനിയൻ തന്നെ. പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കടത്തി പോലീസ് പിടിച്ചു. കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കിയെന്നറിയോ? നിനക്ക് അറിഞ്ഞൂടാ, ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ. അയ്യോ, അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴിയുണ്ണു. ഞാനതിനൊന്നുമില്ല. ആ ജുബിട്ട് കിടക്കുന്ന കോമാളികൾ പണിയെന്താ നിനക്കറിയോ? ഇല്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അയ്യേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പറഞ്ഞില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ അന്തസ്സായിട്ട് ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാം. നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ലാഭം മാത്രം മാസാമാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി. എടാ, ഒരു AC റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടിൽ നല്ല അന്തസ്സാ. വലിയേട്ടനുള്ളപ്പോ എനിക്ക് എന്താ പേടിക്കാൻ? ഓക്കെ, AC റെസ്റ്റോറന്റ്. ആ, നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു കഴിക്കേ. ആ പിന്നെ ചെറിയ അടുത്തായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട. എന്തേ? അവളും കുമാരനെ പോലെ തന്നെ പോക്ക. കൊണ്ടേച്ചേ, ഞാൻ കോരാ. ഓ, എഴുന്നള്ളിയോ? നേരെ എത്രയായി? ആഫീസിൽ പോന്നല്ല വീട്ടു ജോലിക്ക് വരേണ്ടത്. നീ അടുക്കളയിലോട്ട് ചെന്ന് ഇത്തിരി പുട്ടും ദോശ ഉണ്ടാക്കിയേ. മുരളി ഇപ്പൊ കുളി കഴിഞ്ഞ് വരും. മുരളി വന്നോ? ആ, എന്തേ മുരളി എന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം? അവൻ ആരാ, നിന്റെ കാമുകനോ? 6-7 കൊല്ലം ഗൾഫിൽ കഴിഞ്ഞവനാ. നോക്കിയേ, അവന്റെ മുമ്പിൽ ചെന്നൊന്ന് കുണിങ്ങാനുണ്ടല്ലോ. ഓ, ഒരു ശൃംഗാരി. ഇതാരാ ഇത്ര നേരത്തെ മുരളിക്ക് ചായ തന്നത്? ചെറിയേട്ടത്തി. ഓ, അതിതാ, ഇത് കുടിച്ചു. ഇതിൽ ഏലക്ക ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇതില് ഏലക്കയും ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട്. നല്ല മനോഹരമായ നാടൻ ചായ. സത്യം പറഞ്ഞ ചെറിയേട്ടത്തിയുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ അല്ലേ വലിയേട്ടത്തി? ആ, ബാബുമോൻ 5th-ലായല്ലേ? ആയിട്ടെന്താ കാര്യം? സ്കൂളിലെ പിള്ളേരുമായി തല്ലും പിടിയും തന്നെയാ എന്നും. ആര്, ബാബുമോനോ? ആ, ബാബുമോൻ തന്നെ. ടീച്ചർമാർക്കൊന്നും കണ്ണെടുത്തിട്ടുണ്ടേ കണ്ടുകൂടാ. എന്റെ സുനിതയും സുധർമ്മൻ എന്തൊരച്ചടക്കവാ. ആമ്പിള്ളാരാകുമ്പോ ഇച്ചിരി ചട്ടമ്പിത്തരമൊക്കെ വേണം, എങ്കിലേ ഒരു രസമുള്ളൂ. മുരളിക്ക് പലഹാരം എന്താ വേണ്ടേ? ഒക്കെ ഞാൻ ചെറിയേട്ടത്തിയോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ മുരളി അങ്ങനെ? ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ? അമ്മയുടെ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത്? അയ്യോ ഏട്ടത്തി, അതുകൊണ്ടല്ല. ചെറിയേട്ടത്തി ചോദിച്ചു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അറിയാലോ, എനിക്ക് 2 പെൺകുട്ടികളാ. എന്റെ മൂത്ത മോനായിട്ടാ നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താ ഏട്ടത്തി ആ പഴയ നെഞ്ചുവേദന? അല്ല കുട്ടി, നീ പോയെന്റെ. അല്ല, എന്റെ മുരളി എത്ര നേരമായി ചായ തന്നിട്ട്? ദാ ഉമിക്കരി, ഈർക്കലി. ഉമിക്കരിയോ? ദുബായിക്കാരനോ? പേച്ചു തീർന്നെങ്കിൽ ഞാൻ തരാം മുരളി. പേശകം മടുത്തു വലിയേട്ടത്തി. ഭൂലോകത്തിന്റെ ഏത് കോണിലായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ. നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കിരിയും ഈർക്കലും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ മലയാള തനിമ മറന്നിട്ടില്ല. ഇനി അമ്പലക്കുളത്തില് വിസ്തരി ചെന്ന് കുളിക്കണം. ചെറിയ തോർത്തിങ് എടുത്ത്. തോർത്തി അടുത്ത് തരാം. ദേ, അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ. ഒരുപാട് നേരം വെള്ളത്തിലിറങ്ങി കിടക്കരുത്. നോക്ക്, എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി നിറയെ വെക്കട്ടെ. വരൂ. എന്താ പാപ്പാ, നീ ഇറങ്ങുന്നില്ലേ? ഏയ്, നേര് പറഞ്ഞ ഇവിടെ ഇപ്പൊ ആരും കുളിക്കാറില്ല. അതെന്താ? ആളുകളൊക്കെ കുളി ബാത്റൂമിലാക്കില്ലേ. പപ്പാ, നിനക്ക് ഓർമ്മയുണ്ടോ? പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു. കുളിയും കഴിഞ്ഞ് മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത്. അതെ അതെ. നമ്മുടെ ഗോപി ഹംസയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഗോപി റേഷൻ കട നടത്തുവാ. ആ. ഹംസയുടെ പേരറിഞ്ഞില്ലേ? ഇല്ല, എന്തു പറ്റി? അവനെ പോലീസ് പിടിച്ചു. അയ്യോ, എപ്പോ? അവൻ എനിക്ക് കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ. എഴുതൂല്ലല്ലോ. വ്യാജ ലോട്ടറി ടിക്കറ്റ് വിറ്റു. ആദ്യം നാട്ടുകാരുടെ തല്ല് കിട്ടി, പിന്നെ പോലീസിന്റെയും. വിജയനാ? വിജയൻ ആ പോസ്റ്റ്മാന്റെ മോളെ കൊണ്ട് സ്ഥലം വിട്ടില്ലേ. ഓഹോ, അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ കുഴപ്പക്കാരായി മാറുകയാണ്. ചേട്ടാ, ഞാൻ മാത്രം ഉള്ള ജോലിയും കൊണ്ട് മര്യാദക്കാരനായി കഴിയുക. അതെ, മറ്റുള്ളവരോട് ചോദിക്കട്ടെ. ഹംസേ, ബോർഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ? ബോർഡ് പിന്നെ ബസ്സിന്റെ അത്ര വലിപ്പുണ്ടാവും. ഒരു ബസ്സിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം. ഒരു ബസ് ഇപ്പോ നാളെ അത് 4, 10, 50 ഒക്കെ ആയിക്കൊടുന്നില്ലല്ലോ. സഹായിക്കട്ടെ. അതെ. ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ? അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ലേ. ആ, അതെ. നമുക്ക് നേരെ മട്ടത്തിൽ അങ്ങനെ പോയാ പോയാ. ആ, പിന്നെ
കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ആരെന്നെ ആയാലും ശരി 10,000 ഉറുപ്പ്യ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട. ചേച്ചേ എന്താ ഹംസ ഈ പറയുന്നത്? എന്തേ? പാവം തൊഴിലാളികള്. ഹംസയ്ക്കറിയോ, ഇപ്പോ ഞാനൊരു ബസ് ഓണറാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ്. ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും. ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ്. മനസ്സിലായോ? ഞാൻ നാട്ടടുത്ത് പറഞ്ഞേ ഉള്ളൂ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു. ഒരു 50 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ബസ് വാങ്ങി. എന്റെ പാർട്ടിയേഴ്സിന്റെ മുമ്പ് ഞാൻ നാറി പോട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്, അതിൽ നീ തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. കുമാരേട്ടൻ അത്രമാത്രം അന്യനായിട്ട് എന്നെ കാണരുത്. കാശും പണമൊന്നുമല്ല, എന്റെ പാർട്ട്നേഴ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. അവർക്ക് നീ ജോലി കൊടുക്കണം. പറ്റില്ലേ പറഞ്ഞു? അല്ല ആത്മാർത്ഥതയും കഴിവുള്ളവരാണെങ്കിൽ മിടുക്കന്മാരാണ്. എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്നിലും മലയിലും ട്രക്കോടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തുട്ടി. അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൻ. പിന്നെ ദയവ് ഇത് കിളിന്റെ കാര്യം പറയരുത്, അതിന് ഞാനുണ്ട്. ആ പോട്ടെ. റൈറ്റ്. ഒരു ബസ് ഓണർ ആവുകയെന്നൊക്കെ വെച്ചാ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ അല്ലേ പറഞ്ഞേട്ടാ? എന്താ ഇത്ര സംശയം? നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നോണ്ട് ഈ ഓഫീസിന്റെ ഇത് ഈ ടാക്സ് മീറ്റിംഗ് അതിലൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോ മധുരയിലൊന്ന് പോണം പുതിയ ബസ് എടുക്കാൻ. അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാനുണ്ടല്ലോ. മുതലാളി ഉണ്ടോ? ഗൾഫ് മോട്ടോഴ്സിന്റെ മുതലാളി? യെസ്, മുതലാളി. അതെ ഞാൻ തന്നെയാണ്. നമസ്കാരം. ആ യെസ്. എന്റെ വീട് അമ്പലക്കടവിലാണ് സർ. ഓ, നമ്മുടെ ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം. അതെ. ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ തന്നെ ആ റൂട്ടിൽ ഓടി തുടങ്ങും. തൽക്കാലം പഴയ ബസ്. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്. ഞാനിവിടെ കോപ്പറേറ്റീവ് പ്രസിൽ അപ്രന്റീസാ. ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും, അത് ഒന്നിനും തികയുന്നില്ല. ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു, ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല. കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യാനേ ഈ മുതലാളി സമ്മതിക്കത്തില്ല. എനിക്ക് ഹാഫ് കൺസെഷന് വേണ്ടി ഒരു പാസ് എഴുതി തന്നാ വലിയ ഉപകാരമായിരിക്കും. പാസ് പറ്റില്ല. നിങ്ങൾ വിദ്യാർത്ഥി ഒന്നുമല്ലല്ലോ, ആണോ? ഞാൻ പ്രിന്റിംഗ് പഠിക്കുകയാണ്. ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണിയെടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ പിന്നെ എല്ലാവർക്കും അങ്ങ് പാസ് കൊടുക്കേണ്ടി വരുമല്ലോ അല്ലേ? കറക്റ്റ്. ഇപ്പൊ ഡീസലിന് എന്താ വില, സ്പെയർ പാർട്സിന് എന്താ വില, ഓയിലിന് എന്താ വില? അതെ അതെ. അപ്രന്റീസ് എന്ന് വെച്ചാ സ്റ്റുഡന്റ് തന്നെയാണ്. ഒന്നും പറയണ്ട, ബസ്സിന് ഇറങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പേ തുടങ്ങി. മുതലാളിയാണെങ്കിൽ പല പല ബിസിയാ. യെസ് യെസ്. പുതിയ ബുക്ക് അല്ല പുതിയ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മധുരയിൽ പോണം. പിന്നെ കളക്ടറേറ്റ്, RTO ഓഫീസ്, പിന്നെ വേറെ ചില ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ വളരെ ബിസിയാണ്. നിങ്ങളൊന്ന് പോയി തന്നെ. ഒന്ന് ബഹളം വയ്ക്കൊന്നും വേണ്ട. ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പറ്റില്ല. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. ഒരു തുക്കട ബസ്സും തുക്കട മുതലാളി. ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ? മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ. ബിസിനസിന് അത് പറ്റില്ല. ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ? ലഗേജ് ഉണ്ടാവോ മോളെ? അത് എന്റെ ഒരു സ്വന്തം ചാക്ക. ബാക്കിയിട്ടില്ലല്ലേ? എന്തൊരു അക്രമാന്ന് നോക്കി.
വെറുതെ ഒരു മനുഷ്യർ ടാക്സി എടുത്തിന്റെ പിന്നാലെ എടുക്ക നമ്മൾ എന്തെങ്കിലും കൊണ്ട് ആകാശത്ത് പറക്കാൻ പോവാ. ആഗ്രഹം ഉണ്ടാവില്ല ചാത്തുക്കുട്ടി ചേട്ടാ. ഹംസേ വത്സ ചാത്തുകുട്ടി നല്ല ലോഡ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ പല പല ജംഗ്ഷനിലും ടാക്സിയിലും നോക്കായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗൾഫ് മോട്ടോഴ്സിന് ജനങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ കഴിഞ്ഞു. കളക്ഷൻ എങ്ങനെ? ലോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അധികം സ്റ്റുഡൻസും പോലീസുകാരും RTO ഓഫീസിലെ ജീവനക്കാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് കളക്ഷൻ അല്ല എന്നാലും മൊത്തം കളക്ഷൻ ഒരു 10,000 കവിയല്ലോ. ഈ എന്തിനാണ്ടതൊക്കെ അന്വേഷിച്ചെടുക്കണ്? അതിന് വേറെ അല്ല ഇവിടെ. മുരളി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ? ഈ ടാക്സി മുടിച്ച് നാട് മുഴുവൻ ചീറ്റിട്ട് എന്താ കാര്യം? ഈ ബസിന്റെ കളക്ഷൻ മുഴുവൻ കാറിന് കൊടുക്കേണ്ടി വരുമല്ലോ. ഒന്നുമില്ല, ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് എടുത്തല്ലേ. നാളെ മുതൽ എല്ലാ ട്രിപ്പിലും ബസ്സിൽ ഞാനുണ്ടാവും. ഞാനും. ഈ ഓണറും പാസഞ്ചേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് എപ്പോഴും നല്ലതാ. അല്ലേ വത്സ? അതെ അതെ. ഓ ബസ്സാണല്ലേ? ഹലോ ഹലോ, അത് വേണ്ട കേട്ടോ. ആര് പറഞ്ഞിടാ മനുഷ്യന് മാർഗതടസ്സം സൃഷ്ടിക്കാൻ ബസ് ഇവിടെ കൊണ്ടിടാൻ? നാളെ മുതൽ ബസ് ഇവിടെ കൊണ്ടിട്ട ഞാൻ അതിനെ ഇടിച്ച് തല്ലിപ്പൊളിയാക്കും. നോക്കിക്കോ, ഞാൻ ആരാന്നറിയാവോടാ? ഞാനിവിടെ വന്നേ പിന്നെ വെട്ടാക്കുളം വെട്ടിച്ച്, ഞാനിവിടെ വന്നേ പിന്നെ ഈ നാട് അത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ലല്ലോ. അയ്യോ ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ദേ കണ്ടില്ലേ? വത്സ കണ്ണാട്ടിപൂരട മഹച്ചീപ്പായിരിക്കുന്നു. മുതലാളി വിളിച്ചോ? പിന്നെ പാസഞ്ചേഴ്സിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? അയ്യോ ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ആ. ഞാൻ ഇച്ചിരി ബിസിയാണ്. ആയിക്കോട്ടെ. ഇവിടെ ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് ഒന്ന് കൊടുക്കണേ. ഇദ്ദേഹം ബസിന്റെ മുതലാളിയാണ്. പ്ലീസ് ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് അശാന ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് പ്ലീസ്. വേണ്ട വേണ്ട, ആരും എണീക്കരുത്. പാസഞ്ചേഴ്സ് ഒറ്റ ആളും എണീക്കരുത് പ്ലീസ്. ആരും എണീക്കരുത്. നീ എന്താ പപ്പ ഈ കാണിക്കുന്നത്? പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായ എന്റെ സംതൃപ്തി. എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യവും ഉണ്ടാവാൻ പാടില്ല. ഓണർ ഒരു പുതിയ ടയർ ഒന്ന് വാങ്ങിട്ടൂടെ? വത്സ, ഹലോ ഒന്നറിയണേ. സ്റ്റെപ്പിന് വരണം, കുറച്ച് ടൈം എടുക്കും. വീലിന്റെ കാറ്റ് പോയി. അയ്യേ എന്താ വത്സ ഇത്? പുതിയ ഒരു ടയർ വാങ്ങിക്കാൻ പാടില്ലേ? പണം എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? മുതലാളി, ഞാനിപ്പോ ടയറിന്റെ പഞ്ചറിന്റെ അതെ, ഞങ്ങളുടെ കാശ് കിടത്തേ. 5 മിനിറ്റ്. അഞ്ചല്ല, നിങ്ങൾ 50 മിനിറ്റ് എടുത്തോ. ഞങ്ങളുടെ കാശ് ഇത് ഏത് കുപ്പത്തൊട്ടിന്ന് പൊക്കിക്കൊണ്ടുവന്ന വണ്ടിയാണോ ആവോ? ഓടുമ്പോ കമ്പക്കെട്ടിന് തീ കൊടുത്ത പോലുള്ള ഒച്ചയും ബഹളും. ഇതുപോലത്തെ തല്ലിപ്പൊളി വണ്ടിയൊക്കെ കത്തിച്ചു കളയാ വേണ്ടത്. ഏത് ദരിദ്രവാസിയാണാവോ ഇതിന്റെ മുതലാളി? പപ്പാ ഒരു ഓട്ടം ഓടിക്ക്. പോകുന്ന ആളാ ഇതിന്റെ മുതലാളി. ചാത്തുക്കുട്ടിച്ചേട്ടാ നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് ചാത്തുക്കുട്ടിച്ചേട്ടാ പേപ്പറിലെ വിശേഷങ്ങള്? ചാത്തുക്കുട്ടിച്ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു? ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടിച്ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ ഉണ്ട്, എത്ര കുട്ടികളുണ്ട്? എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത്? അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ. ഹംസ, വത്സ എന്തൊക്കെയുണ്ട്? പിന്നെ നിങ്ങളുടെ ഊണ്, കാപ്പി, ചായ ഇതിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് വേണം വിചാരിക്കരുത്. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം. നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം. ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ദയവ് ചെയ്ത് എന്നെ ഒരു മുതലാളിയായിട്ട് കാണരുത്. അയ്യോ അത് പറ്റില്ല, മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിന് വീട്ടിൽ തൂക്കാൻ. അയ്യോ, നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞത്? ആരോ പറഞ്ഞിട്ടുണ്ട്. അത് സമയമായിട്ടും പോകാത്തെന്താ? അയ്യോ സോറി കേട്ടോ. അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു അല്ലേ. അപ്പം പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ, ഞാൻ വെച്ചോളാം എന്നാട്ടെ. ഓക്കെ കയറിയാട്ടെ.
ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് മതി. മുതലാളിയാ. ഹംസേ, ആ നമ്മുടെ വത്സ നല്ല മിടുക്കനല്ലേ? ആ വല്ല മോശം പറഞ്ഞൂടാ. അങ്ങനെയല്ല, അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന് അടുത്തുള്ള പെരുമാറ്റവും കണ്ടക്ടേഴ്സ് ആയാലും ഇങ്ങനെ വേണം. അല്ല മുരളി, ബ്രേക്ക് ഇൻസ്ട്രക്ടർ. അത് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലാന്ന് അവരെനി തോന്നിയ മാതിരിയല്ലേ ഇതൊക്കെ ചാർജ് ചെയ്യാ. എന്താ പ്രശ്നം? വത്സ, ആ കടലാസ് അങ്ങോട്ട് എടുത്തോ. ബ്രേക്ക് ഇൻസ്ട്രക്ടർ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് ഓടുമ്പോ പിടിക്കുന്നത് കഷ്ടാ. ബസ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻസ്പെക്ടറെ പോയി കണ്ടില്ലേ? ഇല്ല, ഞാൻ ഓർത്തില്ല. പിന്നെ നിങ്ങൾ എന്തോ ഓർത്തിരിക്കുന്നു? വേൻ ചെല്ലു, മൂപ്പർക്ക് ചൂടാവേണ്ടേന്. പുതിയ ആളാ, വലിയ കടമ്പിടുത്തക്കാരനെന്നാ കേട്ടത്. അതിന് നമുക്കെന്താ പ്രശ്നം? നമ്മുടെ ബസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ പേടിക്കാൻ? എന്നാ മുതലാളിയും കൂടെ ഓക്കെ, ഞാനും വരാം. ഓണർ എന്ന് പറയുമ്പം ഒരു റെസ്പെക്ട് ഉണ്ടാവൂല്ലേ? അയ്യോ പിന്നെ ഈ ഓണർമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമായിരിക്കണം. ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഐ എം മുരളീധരൻ. വെരി ഗ്ലാഡ് ടു മീറ്റ്. ഇവിടെ RCM CL ഒക്കെ. ഐ എം മുരളീധരൻ. എത്രയാ ടൈം? ടൈം ഈസ് 10:30 സാർ. സോറി, എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ്. സാറിന്റെ എത്രയായി? സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടേണ്ട ടൈമാ ചോദിച്ചത്. 10 മണിയാണ് സാർ. എത്ര ആളുണ്ട് ബസ്സിൽ? ഒരു 40, 45, 50 പേരുണ്ടാവും സാർ. സ്റ്റാൻഡിങ് എത്ര? എല്ലാം കൂടെ ചേർത്താണ് സാർ. അതല്ല, കൂടുതലുണ്ടല്ലോ. ഇല്ല സാർ, ഉണ്ടെങ്കിൽ 65-ൽ കുറയാതെ ഉണ്ട്. ചിലപ്പോ അപ്പൊ ആദ്യം പറഞ്ഞത് നുണ അല്ലേ? കണ്ടീഷൻ മോശമായി ഇതുപോലുള്ള ഒരു ബസ്സിൽ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. സാർ, പുതിയ ബസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. അറിയും. ഐ എം ഗൾഫ് മോട്ടോഴ്സ്. അല്ല, ഓണർ ഓഫ് ദ ഗൾഫ് മോട്ടോർ. ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദ റൂൾസ്. ടൈം ഷെഡ്യൂൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ പാർട്ടി പെർമിറ്റ്? അത് നോൺസെൻസ്. കുറെ ആളെയും കയറ്റി ടിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടുകയാണല്ലേ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി, പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും. നോ, ഞാൻ സമ്മതിക്കില്ല. സാർ, ഒക്കെ ശരിയാക്കാം സാർ. സാർ, പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു സാർ. അപ്പൊ NRE അക്കൗണ്ടിൽ എനിക്ക് കേൾക്കണ്ട. രൂപ ടയറൊന്നും റീസോൾവ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു വണ്ടി ഓടിയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മെഡിസിൻസ് ഉണ്ടോ? ഉണ്ട് സാർ. നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലെറ്റ് മീ സീ ഇറ്റ്. മുറിവിൽ മരുന്ന് പറ്റണം. രൂപയ്ക്കാ 50-100 കൊടുത്ത് ഒഴിവാക്ക്. ഇല്ലെങ്കിൽ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ചാർജ് ചെയ്യും. കണ്ടക്ടർ സാർ, ഇൻസ്പെക്ടർ ലേശം നീങ്ങ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കൂ. സാർ, മെഡിസിൻ കാണും സാർ. തുറക്കാനാ പറഞ്ഞത്. സാർ, തുറക്കൂ. ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, അതെ സാർ. തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ വാങ്ങിച്ചു വെക്കാന്ന് കരുതിയാ. തൽക്കാലം സാർ ഇത് വെക്കണം. പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ. പ്ലീസ് പ്ലീസ്. എന്താണോ ഇത്? ഇത് എന്താന്നാ ചോദിച്ചത്? ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ. വാട്ട് യു മീൻ? ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു. It is an insult to all government officials. It is an insult to my department. My dear man, I am not going to leave you. സാർ, സാർ, ഞാൻ Conductor, സാർ, this vehicle shall not be used in a public place until the vehicle has been passed as fit for use by the authority competent. Okay? സാർ, ആളുകൾ ഇറക്കി വിട്ടോളൂ. Take this vehicle to my office at a speed not exceeding 15 kilometers per hour. ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ഒരു അബദ്ധം പറ്റി I don't want to talk to you. I won't allow anybody to violate the rules. Come on. മറ്റു ചാർജുകൾ എഴുതി തരാം. Come on. കൈക്കൂലി കൊടുത്തതാണ് അബദ്ധമായത്. ഈ ദ്രോഹിയുടെ വാക്ക് കേട്ട് ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ. ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽക്കണമെന്നു. മുരളേട്ട എവിടെ ആയിരുന്നു? ഞാൻ കുറച്ച് തിരക്കില്ല. നീ പോയിട്ട് പിന്നെ വാ. മുരളേട്ട, നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. 1-2 ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ. അതിന് എനിക്ക് ബസ്സിൽ എന്തെങ്കിലും ഒരു പണി. ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ. വല്ലപ്പോഴും ബസ് കഴുകുന്ന പണി. നോക്കട്ടെ, ഹംസ ലീവ് എടുക്കുമ്പോ പറയാം. ഇവിടെ പണിയിട്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ചു വീണു. ആളുകൾ ബസ് ഇറങ്ങി വെച്ചിരിക്കുക. അവിടെ ആകെ പ്രശ്നം. മുതലാളി വേഗം കൂടി ചെല്ല്. വേഗം ചെല്ലെന്നേ.
കൂടി അടിക്കല് ആ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോ ഓടിപ്പോയി. ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ. ഈ ബസ് കൊണ്ടുണ്ടായ എന്ത് അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. അവരപ്പോ തന്നെ ആസ്പത്രി കൊണ്ടുപോയി. എവിടുന്ന് കിട്ടിയടോ തനിക്ക് തല്ലിപ്പൊളി ബസ്? ആ തല്ലിപ്പുള്ളി ബസ്സൊക്കെയാണ്. ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ വരും. ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ പാവ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. തല്ലി തനിക്ക് കിട്ടും. ആ ശരി, ഡ്രൈവർ ഓർഡർ മാറ്റാം. ആ മാറ്റാം. ഒന്ന് ഞാൻ അപ്പോളേ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണ് കാണൂലെന്ന്. ഞാൻ വിസൽ അടിച്ചിട്ടാണല്ലോ അയാൾ ബസ് വിട്ടത്. അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാതും വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം. വാ നിക്ക് നമ്മളെ വണ്ടിയുടെ ഇൻഷൂർ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ നഷ്ടപരിഹാരവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? മുൻവാതിലൂടെ വീണ് ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയമുണ്ട്. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷോ? ചുമ്മാ ഇടോ, പേടിപ്പിക്കുന്ന വർത്താനം പറയാതെ. അള്ളാനെ മുരളി, ഞാൻ സത്യം പറയാ. വാ വാ, നമുക്ക് രോഗിനെ കാണാം. ബസ്സിലുണ്ടായിരുന്ന പാഹന്മാരാണ് നിൽക്കുന്നത്. പെണ്ണക്കട്ടിലുള്ളത് തന്നെ. ഈശ്വര, ഇനി ഒറ്റങ്ങൾ നമ്മളെ വേക്കിട്ട് വരുമെന്നുള്ള ആ പേടി. ചുമ്മാ ഇരിടോ. സിസ്റ്ററെ, ബസ് ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയല്ലേ അത്? അതെ, അപകടം ഉണ്ടോ? കാലിന് ഫ്രാക്ചർ ഉണ്ട്. ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. നിങ്ങളുടെ ആരാ? എന്റെ ഒരു ബന്ധു. നിങ്ങൾ നടന്നോ? വന്നേ, പോലീസ് ഇപ്പൊ എത്തും. ചുമ്മാ ഇരിടോ. പോലീസ് വന്നാ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അവര് സത്യം പറഞ്ഞാ കുടുങ്ങിയത് തന്നെ. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം. ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം. വാ. വന്നേ. വെളി ആളുകളൊക്കെ പോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോലീസ് വരുന്നതിന് മുമ്പ് എന്ത് അടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല. അതായത് അങ്ങനെയാണ്. കുട്ടിയായിരുന്നോ? കുട്ടിയുടെ പാസ് ഞാൻ പാസ് ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കായിരുന്നു. പിന്നെ കണ്ടതേ ഇല്ലല്ലോ. എവിടെ ആയിരുന്നു? എന്റെ കാല് പോയി. അയ്യോ, എന്റെ ജീവിതം തൊലഞ്ഞു. കരയല്ലേ കരയല്ലേ കരയല്ലേ. കുട്ടിക്കൊന്നും സംഭവിക്കില്ല. എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖം ആകുന്നവരെ ഞാൻ ചികിത്സിക്കും. കാല് പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. അയ്യോ, അങ്ങനെ എനിക്ക് ആരുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. കുട്ടിക്ക് ഞാനില്ലേ? നിങ്ങളൊരു പേരും കള്ളനാ. ഞാനോ? പാസ് എഴുതി നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളല്ലേ? അതിനുശേഷം ബസ്സിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ? എപ്പോ? അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പേരും കള്ളനാന്ന്. ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ? ഇല്ല, സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടില്ല. എന്റെ കാല് പോയി. എന്റെ ജീവിതം തൊലഞ്ഞു. കുട്ടി എന്നെ വിശ്വസിക്കൂ. കുട്ടി ചിലപ്പോ വിചാരിക്കും ഇയാളൊരു ബസ് ഓണർ ആണല്ലോ, ഇയാളൊരു ബൂർഷയാണല്ലോ, പാവങ്ങളോട് കരുണയില്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോ വിചാരിക്കും. പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം. മരുഭൂമിയില് പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റ് കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ. കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. NRI അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ സാരി കുടുങ്ങി ബസ്സിൽ നിന്ന് വീണതാണെന്നൊന്ന് പറയണം. പറഞ്ഞു നോക്കൂ പ്ലീസ്, പറഞ്ഞു നോക്കൂ. ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും. അവർ എന്നെ തല്ലി ചതയ്ക്കും. നിങ്ങളെ തല്ലി ചതച്ചാലേ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും. അയ്യോ, അങ്ങനെ പറയരുത് കുട്ടി, അങ്ങനെ പറയരുത്. ദേ, ഇന്ന് മുതല് കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. പ്ലീസ്
പ്ലീസ്, ഞാൻ കുട്ടിയുടെ കാല് പിടിക്കാം. അയ്യോ ഇല്ല കുട്ടി, ദേ പോലീസുകാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുട്ടിയുടെ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ചെലവ് ഞാൻ നോക്കിക്കോളാം. സാരി കുടുങ്ങി വീണാണെന്നേ പറയാവുള്ളേ. പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ, സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ. ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അല്ലെ, സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു. വത്സ, എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ? തുടങ്ങുന്ന ദിവസമല്ലേ മുതലാളി, ഏതായാലും മോശം വരില്ലാന്ന് തോന്നുന്നു. ലഗേജ് തീരെ കുറവാണല്ലേ? അങ്ങോട്ടുള്ള ട്രിപ്പിൽ നല്ല ലഗേജ് ഉണ്ടാവും, ഇങ്ങോട്ട് പിന്നെ നാട്ടുമ്പുറല്ലേ. ഈ ലഗേജിനൊക്കെ നല്ലോണം ചാർജ് ചെയ്തോണ്ട്. അതെ, ഒട്ടും കുറയ്ക്കണ്ട. വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്. സെൻട്രൽ ബോൾട്ടിനൊരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട്. ഏത് തകരാറ്? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ, തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ. പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ആ ഡ്രൈവറെ സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ? മുതലാളിയുടെ അല്ലെന്ന് നിങ്ങൾക്ക് വിസിലടിച്ചാ ചെവിടെ വെക്കൂലേ? എത്ര വിസിലടിക്കാൻ തോന്നുന്നു നിർത്തി കിട്ടാൻ? ആവശ്യത്തിനടിച്ചാ കേക്കും. അതെ, ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റമായിരിക്കണം. അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾ നല്ല ബെസ്റ്റ് പെരുമാറ്റം ആ, അതെ. അല്ലേ? പിന്നെ മുരളി, ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ പറഞ്ഞു. ഇയ്യ് അങ്ങോട്ടാണ്ട് വരണേ. ഞാനൊന്നൊരു ടാക്സിക്കാരനെ കണ്ട് ഓടിയില്ലേ, അയാൾക്കൊരു 1500 പഴയ ഇടപാടുണ്ട്. എന്ത്? ആ, കൊച്ചി കോയമ്പത്തൂരൊക്കെ മുരളിനെ തരുന്ന വകയിലെന്ന്. ആ, അതിപ്പോ ഉണ്ടാവോ? നോക്കട്ടെ. ഈ പപ്പം വിശ്വാസിന് എന്തിനാ കൂടെ കൊണ്ടിങ്ങനെ എടുക്കണേ? പാവം. പിന്നെ അല്ല, ഒന്നുമില്ല. അതെ, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ബോൾട്ട് നാളെ കാലത്ത് മാറ്റിയപ്പോ ബോൾട്ട് അല്ല, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ദേ പുറപ്പെടുകയായി അല്ലേ? എന്നാ ഞാൻ പോയിക്കോട്ടെ, ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട്. പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പോ. ഓക്കെ, ബൈ. ബൈ. സാറിന് എന്താ വേണ്ടേ? ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിടോ, സമയനിഷ്ഠയില്ല, പണിയെടുപ്പിക്കില്ല. ഇല്ല, ഒന്നും ചെയ്യില്ല. തന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നേക്കുമായി ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. RC ബുക്ക് എടുക്കൂ. RC ബുക്ക് അല്ല, തനിക്ക് മണ്ണാൻ കെട്ട മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഞാൻ ടയർ റീസോൾ ചെയ്യില്ല, വൈപ്പർ നന്നാക്കില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചു വെക്കില്ല, ഓവർലോഡ് കയറ്റും. എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും. ഇയാളുടെ ഇഷ്ടമല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കാൻ പറഞ്ഞു. വണ്ടി എടുക്കോ? ബിംബമെടുത്തനിക്കൊരു ചാണയായി ഉരയ്ക്കണം. ഇന്ദ്രനെ പിടിച്ചണ്ട തുണിമേഘത്തിയും ചടി. ഞാൻ പറഞ്ഞിട്ടില്ലടാ ബസ് ഇവിടെ നിന്ന് മാറ്റിയിടണമെന്ന്. ആര് പറഞ്ഞാ ബസ് ഇവിടെ കൊണ്ടിടാൻ? ഒന്ന് പോയേ. അങ്ങനെ ആരാ പറഞ്ഞേ? ഒന്ന് പോയേ. ഈ എവിടെ ഇരുന്നാടാ ശബ്ദം? ഇവിടെ ഇവിടെ ഇയാള് ആരാണല്ലോ? ബഹളം വെക്കാതെ ഒന്ന് പോയേ. ബസ് ഇവിടെ എടുത്ത് മാറ്റടാ. മാറ്റടാ ബസ്. രാവിലെ മുതൽ തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങള്. ഇതിനൊക്കെ കുതിര കയറാൻ എന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ നിന്റെ മേത്ത് കയറിയാ നീ കുതിരയാവോ? ചേട്ടാ ഒന്ന് പോയേ. ഞാൻ പോയാ നീ കുതിരയാവോ? ഹംസ ഒന്ന് പറഞ്ഞു വിടറോ. ഹംസമായിട്ട് ഞാൻ കുതിരയാവോ? ഒറ്റ വീക്ക് വെച്ചാ എന്നെ പിടിച്ച് തല്ലിയാ നീ കുതിരയാവോ? പോയേ. പാടാ. പോണോ? എന്തായി? എന്തായി? എന്താവാൻ എനിക്ക് തോന്നില്ല. അയാൾ നീ എണീക്കൊന്ന്. ഇത് രാവിലെ വരെ മഞ്ഞുണ്ടാ ചാവാനേ ഉള്ളൂ. മനുഷ്യനെ പേടിപ്പിക്കാടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? കയ്യും കാലും തൂക്കി പിടിച്ച് പുരയെ കൊണ്ടിടണം. പുഴയില്ല, അയാളെ വീട്ടിൽ നിന്ന്. എന്നാ താനൊന്ന് പിടിച്ചോണ്ടാക്കണോ? ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. ഒന്നാമത് എനിക്ക് ഈ ബസ് വേണം, രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലടി പറ്റൂല. രാവിലെ മുതൽ ഓരോ കുരിശുകള്. എണീക്കണോ? ഹംസേ ഒന്ന് പിടിക്കണോ? ഏയ്, നമ്മക്കൊരൊറ്റ വാക്കേ ഉള്ളൂ. ഒന്ന് പിടിക്കണോ? ആ, 5-6 പിടിക്കാനുണ്ടല്ലോ. ചാത്തുട്ടിയേട്ടാ, സ്പീഡ് അധികം വേണ്ട. പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ട് കളയരുത്. എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാ. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് സഹകരിക്കുക. കൃത്യം ചില്ലറകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ
മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ്, സഹകരിക്കുക പ്ലീസ്. സാറ് എവിടേക്കാണ്? PC അതെവിടാണ്? പോലീസ് കോൺസ്റ്റബിൾ. ഓ സാറോ? PC. അതെ, ഞങ്ങൾ ഇരിക്കുന്ന 6 പേര് PC ആണ്. SI യുടെ മകന്റെ കല്യാണത്തിനുമാണ്. ആർക്കും ടിക്കറ്റ് വേണ്ട. ആർക്കും ടിക്കറ്റ് വേണ്ട. ഓക്കെ. ആരെങ്കിലും ഉണ്ടോ ഇനിയും PC? അല്ല സോറി, PC അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ PC അല്ല. ആ സാർ എവിടേക്കാണ്? ഞാൻ ചാത്തൂട്ടിയുടെ ബന്ധുവാ. എനിക്ക് ടിക്കറ്റ് വേണ്ട. എന്റെ അമ്മേ, ദേ ആ പിശാച് കൈ കാണിക്കണു. എന്താ ചാത്തുക്കുട്ടിയുടെ ഇത്? ചവിട്ടിയിട്ട് കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? ചവിട്ടിയിട്ട് കിട്ടിയില്ല സാർ. Shut up, you killer. Do you want to finish off me, you bloody murderer? അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല. ഇന്ന് താൻ എന്നെ കൊല്ലാൻ വന്നു. അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാണ് സാർ. റോഡിന്റെ നടുവിൽ നിന്നിട്ടാണോ ബസ്സിന് കൈ കാണിക്കുക? Don't try to teach me, beggar. അന്ന് നിർത്താതെ പോയ തന്നെ നിർത്തിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ റോട്ട് കയറി നിന്നത്. സാറേ, എനിക്ക് ഭാര്യയും 4 കുട്ടികളുണ്ട്. സാറ് ചത്തിരുന്നുവെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ടാ? അന്ന് നിർത്താതെ പോയത് ഇതേ ഈ മുതലാളി പറഞ്ഞിട്ടാ. അയ്യോ ഞാനാ ചാത്തുകുട്ടി? എന്നെ ചതിക്കാൻ നോക്കണ്ട. അല്ല സാർ, അന്ന് ഉത്സവം ഈ ഓവർലോഡ്. മനസ്സിലായി. റൂൾ 1131 പ്രകാരമുള്ള കുറ്റമാണത്. And the other day, I found the vehicle replenishing fuel tank with passengers inside. Rule 56(2) പ്രകാരമുള്ള കുറ്റമാണത്. സാർ 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 അന്ന് പറഞ്ഞത് മുഴുവൻ വേദവാക്യമായി എടുത്ത് പ്രവർത്തിച്ചവനാണ് ഞാൻ സാർ. സാർ ഞാൻ ടയർ റീസോൾ ചെയ്തു സാർ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ 1000 രൂപയുടെ മരുന്ന് വാങ്ങിച്ചു വെച്ചു സാർ. കൈക്കൂലി കൊടുക്കൽ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിച്ചു സാർ. ഇനി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാൻ ഞാൻ തന്നെ കണ്ടക്ടറുമായി. ഓഹോ, താൻ കണ്ടക്ടറുമായി അല്ലേ? ആയി സാർ. അപ്പൊ സെക്ഷൻ 96 പ്രകാരം തന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പുമായി. സാർ യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ക്യാൻസൽ ചെയ്യും. സാർ, മിസ്റ്റർ, അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വണ്ടി 100% ഫിറ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാള എടുപ്പിക്കാൻ കഴിയും. സാർ എന്തൊരു കഷ്ടമാണ് സാർ. ഇനി അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ്. വൈപ്പർ വർക്ക് ചെയ്യണില്ല സാർ. ഇവിടെ എന്തിനാണ് വൈപ്പർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? കുംഭമാസം എന്തിനാണ് വൈപ്പർ വർക്ക് ചെയ്യുന്നത്? മഴ സമയത്തല്ലേടോ വൈപ്പർ. ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യമുണ്ടോ സാർ? എനിക്ക് ആവശ്യമുണ്ട്. ആവശ്യമുണ്ടോ? എന്തിനാ സാർ? പുഴുങ്ങി തിന്നാനാണോ? ഇവിടെ വൈപ്പർ പറിച്ചോണ്ട് കൊടുക്കണോ? ഇയാൾ പുഴുങ്ങി തിന്നട്ടെ. ഇപ്പൊ പേഴ്സണൽ ഇൻസൾട്ട് ആയി. ആയി. എല്ലാം കൂടെ ചേർത്ത് ഒരു 10,000 രൂപ സാർ അങ്ങ് ചാർജ് ചെയ്യണം. ഞാൻ മുടിഞ്ഞ് കുത്തുവാള എടുത്ത് തെണ്ടി തിരിഞ്ഞ് അനാഥനായിട്ട് ഇറങ്ങുന്നതാണ് സാർ. സമാധാനാവും. ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യും. ചാർജ് ചെയ്യണം. Thank you. ചാർജ് ചെയ്യണം. ഹംസ, ഇത് അന്ന് കണ്ട കള്ളൂടിയനല്ലേ? അതുകൊണ്ടെന്താ? അല്ല, വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പാന്റിനും ഷർട്ടും കാര്യമല്ലേ? വാന്ന് ടൈലറെ, പെട്ടെന്ന് വേണം. അരമണിക്കൂറിനാൻ വേണം. എന്ത്? ഒരു കാക്കി പാന്റും ഷർട്ടും. എപ്പ കൊടുത്തതാ? ഇല്ല, കൊടുത്തില്ല. ഇപ്പൊ കാശ് വരും. നിങ്ങൾ തുണി എടുത്ത് തുന്നി തരണം. എന്താന്നറിയാ, തീരെ സമയമില്ല, അതുകൊണ്ടാ. ഓ, അതുകൊണ്ടല്ലേ? തുണി എടുക്കണം, അളവെടുക്കണം, തയ്ക്കണം, അരമണിക്കൂർ കൊണ്ട് തരിയും വേണം. ഓ, അതെന്നെ കൊണ്ട് പറ്റൂല. വേറെ ആരെങ്കിലും നോക്കാം. ശരിയാണ്, സമയം പിടിക്കും. അല്ല, ബ്രേക്ക് ഇൻസ്പെക്ടർ അയാൾ നേരം പിടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി അയാൾ പിടിക്കോ? ഇല്ലേ? ഒരു ദിവസം ഒരു നേരം. കുഴപ്പമില്ലല്ലോ. എന്നാലേ ഈ ലാസ്റ്റ് ട്രിപ്പിന് വരുമ്പോ തരാം. രാത്രിയില് ആ. നോക്കട്ടെ. നോക്കണ്ട, തന്നാ മതി. എന്നാലേ അളവെടുക്കാം. ഓ, ചാക്ക് പതുക്കിട്ടാ. വണ്ടിക്കകത്ത് ആളുള്ളതാ. പഴയ പലകയാ. തലയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേ. ചെട്ടിക്കാവിൽ എപ്പോഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല. എത്തിയാ എത്തി. അങ്ങോട്ട് ചെല്ലേ. മുതലാളി, എന്താ ഇവിടെ? ഞാൻ വിചാരിച്ചു അവിടെ. മനസ്സിലായില്ലേ, നമ്മുടെ ബസ് കെട്ടി അന്ന് ആശുപത്രിയില്. എന്തായി, കാല് പോയോ? അയ്യോ, കാലൊന്നും പോയിട്ടില്ല. ഫലത്തിൽ മുഴുവനായിട്ടും പോയി. പ്രസിൽ എനിക്ക് ഇനി ഒരിക്കലും ജോലി കിട്ടില്ലെന്ന് ഉറപ്പായി. നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അത് പിന്നീട് ഒരിക്കലാകാം. അറിഞ്ഞില്ലേ എന്റെ 50,000 രൂപ കണ്ടക്ടർ കട്ടോണ്ടുപോയ കാര്യം? 50,000 ഉറുപ്പിക? അതെ ഹംസേ, 50,000 രൂപ. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ കണ്ടക്ടർ. സത്യം പറഞ്ഞാൽ അതിൽ 25,000 രൂപ കുട്ടിക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്ത് ചെയ്യാൻ കുട്ടിക്ക് അതിനുള്ള യോഗം ഇല്ലല്ലോ. നുണ പറഞ്ഞ് ഒഴിവാക്കണ്ട. എന്റെ അപ്പച്ചിയുടെ മകളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ചുരുങ്ങിയത് ഒരു 2 പവനെങ്കിലും കൊടുക്കണം. പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ? നടക്കാനൊക്കാത്ത ഞാൻ എന്ത് ചെയ്യും? ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയോ മറ്റോ തുടങ്ങാനാ. അതാവുമ്പോ നടക്കണ്ടല്ലോ, ക്യാഷിലിരുന്നാ മതി. ഞാൻ ജംഗ്ഷനിൽ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ തുണിക്കട മാത്രമാക്കണ്ട. അതിന്റെ അടുത്തൊരു സിനിമാളും തൊട്ടടുത്തൊരു പെട്രോൾ പമ്പും ഇവിടെ എവിടെങ്കിലും ഒരു 100-300 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി തന്ന വീട്ടിൽ തന്നെ ഇരുന്നാ മതിയല്ലോ. കടയിലും പോകണ്ട. നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. അതെയോ? എന്റെ കുടുംബത്തിന്റെയും സകല കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് എന്റെ അടുത്ത് വാക്ക് തന്ന മനുഷ്യനോടാ. അതെ, കുട്ടി ഒരു ദുർബല നിമിഷത്തിൽ എന്നുവെച്ചാ ബസ് പുറപ്പെടാറായി.
പ്ലീസ് നാളെ വരൂ. എപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നാലോ? ശരി, തൽക്കാലം ഇത് വെച്ചോളൂ. നാളെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ. നിന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ലെറ്റർ വാങ്ങി വരൂ, വണ്ടി ഫിറ്റ് ആണെന്ന്. എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം. സാർ, ഇന്നേക്ക് 3 ദിവസമായി വണ്ടി ഓടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ട തീയതി. മിസ്റ്റർ, പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ്. ടെമ്പററി പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ. പോണം. എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ പിന്നെ പോകാനാ പറഞ്ഞത്. സാർ, പോകാൻ പറഞ്ഞ സാർ, ഞാൻ ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണറാണ്, മുരളീധരൻ. സാർ, ഞാൻ 7 കൊല്ലം ഞാൻ 7 കൊല്ലം ഗൾഫിലായിരുന്നു. അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത്. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു പൊളിച്ചു. ആ വകുപ്പിൽ ഒരു 8,000-ഓളം രൂപ എനിക്ക് നഷ്ടമായി. ഞാൻ ആ ദേശത്തെ ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു. അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ 7 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല സാർ. അതേ ഡ്രൈവർ നിരപരാധിയായി എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ. ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു. സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു. അതിലെനിക്ക് വിഷമമുണ്ട് സാർ. പ്ലീസ് സാർ. എടോ, തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. RTO ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആ ധാരണ തെറ്റാണ്. തന്റെ 50 രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. തനിക്കറിയാമോ, എന്റെ വീട്ടിൽ TV ഉണ്ട്, VCR ഉണ്ട്, പൂന്തോട്ടമുണ്ട്. ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ 3 എണ്ണം, അൽസേഷൻ പട്ടികൾ, നന്നായി കുരക്കുന്ന അൽസേഷൻ പട്ടികൾ 5 എണ്ണം. ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം 150 രൂപ വേണം ദിവസവും. തന്റെ ഈ 50 രൂപയുണ്ടല്ലോ, എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തികയില്ല. എല്ലാം ശരിയാണ് സാർ. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സാർ. ഞാൻ ഫൈൻ കെട്ടാം സാർ, ടയർ മാറ്റാം സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആധുനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ. സാർ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് സാർ, പ്ലീസ്. ആദ്യമായിട്ടായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോളൂ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് ബസ്സിറക്കിയിട്ടില്ല. ഇല്ല സാർ. ഫൈൻ അടച്ചിട്ട് പോയിക്കോളൂ. ബട്ട് ഹിയർ ആഫ്റ്റർ എവറിത്തിങ് ഷുഡ് ബി ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. ഓക്കെ? കംപ്ലീറ്റ് പെർഫെക്റ്റ് സാർ. എന്റെ RC ബുക്ക് ഇതോ ഇരിക്കുന്ന ആ ചുവപ്പ്. താങ്ക് യു സാർ. സക്സസ്, സക്സസ്. ചത്തുകുട്ടി, വണ്ടി എടുത്തോ. ടൈമായി. ഞാൻ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം. വത്സ, RC ബുക്ക്. അല്ല മുതലാളി എങ്ങനെ ഒപ്പിച്ചു? മുതലാളി അതൊക്കെ ഒപ്പിച്ചോ. എനിക്കറിയാം മുതലാളി എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ഞാൻ പറയാം.